പാലക്കാട് മലമ്പുഴയിൽ അധ്യാപകൻ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത വിദ്യാഭ്യാസ വകുപ്പ്. എഐയുടെ റിപ്പോർട്ടിന്മേലാണ് വകുപ്പ് നടപടി. മാനേജറെ അയോഗ്യനാക്കാനും എഒ ശുപാർശ. വിഷയം മറച്ചുവെച്ച അധ്യാപകർക്കും നോട്ടീസ്. വിവരങ്ങൾ അരുൺ ആലത്തൂർ നൽകും. അരുൺ, ഒടുവിൽ സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നു. ഈ എഐയുടെ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? ഈ മലമ്പുഴയിൽ അധ്യാപകൻ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. എയുടെ റിപ്പോർട്ടിന്റെ മേലാണ് ഇപ്പോൾ വകുപ്പിന്റെ നടപടി ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല, മാനേജറെ അയോഗ്യനാക്കണമെന്നും സ്കൂൾ മാനേജറെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് എഇഒ ശുപാർശ നൽകിയിട്ടുണ്ട്. വിഷയം അറിഞ്ഞിട്ട് മറച്ചുവെച്ചെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് മാനേജർക്കെതിരെ ശുപാർശ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, അധ്യാപകർക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട്. സ്കൂളിലെ പ്രധാന അധ്യാപിക, ക്ലാസ് ടീച്ചർ എന്നിവർക്ക് വിദ്യാഭ്യാസ വകുപ്പ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. 3 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സമയബന്ധിതമായി മറുപടി നൽകിയില്ലെങ്കിൽ വകുപ്പ് തല നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ നവംബർ 28-നായിരുന്നു ഇത്തരത്തിൽ 12 വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് നേരെ അധ്യാപകന്റെ പീഡനം ഉണ്ടായത്. ആ കുട്ടിയെ ക്വാർട്ടേഴ്സിൽ വിളിച്ചു കൊണ്ടുപോയി മദ്യം നൽകി ലൈംഗികമായിട്ട് പീഡിപ്പിക്കുകയായിരുന്നു. ഏതായാലും ആ സംഭവത്തിന് ശേഷം സ്കൂൾ അധികൃതർ ഈ വിഷയം ഡിസംബർ മാസത്തിൽ പകുതിയോടുകൂടെ തന്നെ അവർ അറിയുകയുണ്ടായി. പക്ഷെ എന്നിട്ടും അവർ മറച്ചുവെച്ചു. പോലീസിൽ പരാതി നൽകുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നില്ല എന്നുള്ളതാണ്. അതിലാണ് ഇപ്പോൾ ഏതായാലും നടപടി ഉണ്ടായിരിക്കുന്നത്. ശരി അരുൺ. പാലക്കാട് മലമ്പുഴയിൽ അധ്യാപകൻ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ ഒടുവിൽ നടപടി കൈക്കൊണ്ടിരിക്കുന്നു. അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. എഐയുടെ റിപ്പോർട്ടിന്മേലായിരുന്നു നടപടി. അരുണാണ് വിവരങ്ങൾ നൽകിയത്.